ഹലോ, എല്ലാവർക്കും ഗുയാൻഗാൻ വാട്ടർഫോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ആക്ച്വലി വാട്ടർഫോൾ ഒന്നുമില്ല, പക്ഷെ താഴെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നത്. ഈ ടെമ്പിളിലേക്ക് വരുമ്പോൾ സാരങ്, നമ്മുടെ മുണ്ടുമാരി സാരങ് ഇവരെ തുണിയാണ് സാരങ് എന്നാണ് പറയുക, അതിടുന്ന നിർബന്ധമാണ്. അപ്പം അതിവിടെ 15,000 വാടക കൊടുക്കുക. ഞങ്ങൾക്കത് ഒരെണ്ണം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനിട്ടിട്ട് വന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ മുന്നിരിക്കുന്ന ആൾ സർപ്രൈസ് ടൈപ്പ് കണ്ടിട്ട് ആൾക്കാർ മേടിച്ചിട്ടൊക്കെ വന്നില്ല, ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് കുഴപ്പമില്ല, 8 വർഷമൊന്നുമില്ലല്ലോ, ഉഷാറില്ലേന്ന്. അതാ നീനി വരുന്നുണ്ട്. ലുക്കിംഗ് പ്രിറ്റി ഇൻ സാരോങ്. പാവം ഇന്നലെ കെലിങ് കയറി ഇറങ്ങിയിട്ട് കാല് വയ്യ അവസ്ഥയാണ്. ഇന്ന് ഇവിടെ സ്റ്റെപ്സാണ്. എന്താ അവസ്ഥ നോക്കാം. ഞാൻ പറഞ്ഞു വരണമെന്ന്, അപ്പോൾ പറഞ്ഞു എന്തായാലും കാണണം, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഒരു താഴെ ടെമ്പിൾ ഉണ്ട്, നാച്ചുറൽ പൂളുണ്ട് പറഞ്ഞു. ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ് കേട്ടോ. കാലിൻ്റെ അടപ്പൂരും നല്ല വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഉച്ചയായി വരുമ്പോൾ അതുകൊണ്ട് തിരക്കില്ല, രാവിലെ ആൾക്കാർ വന്നു പോയി തോന്നുന്നു. ന്യൂസപ്പനിടയിലെ മെയിൻ സ്പോട്ട്സ് കെലിങ്കിങ് ബീച്ചും ഡയമണ്ട് ബീച്ചുമാണ്. ഇന്നലെ ഞാൻ കെലിങ്കിങ് ബീച്ചിൽ പോയിരുന്നു, അതിന് മുന്നത്തെ ദിവസം ഡയമണ്ട് ബീച്ചിൽ. ഇതിന് രണ്ടിനും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഈ കെലിങ്കിങ് ബീച്ചിലും ഡയമണ്ട് ബീച്ചിലും എപ്പോഴും തിരക്കാണ്. അത് മെയിൻ സ്പോട്ടായതുകൊണ്ട് എപ്പോഴും നിറച്ചും ടൂറിസ്റ്റുകാരുണ്ടാവും, ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും. ഈ ഗുയാംഗൻ വാട്ടർഫോൾ ഒരു ഹിഡൻ ജെം തന്നെയാണ് ഇവിടുത്തെ ന്യൂസപ്പൻ്റെ അടുത്ത്. ഇവിടെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞാണ്ട് പോകുന്നത് തീരെ തിരക്കില്ല, അധികം ആൾക്കാരൊന്നും വരില്ല. എല്ലാ ആൾക്കാരും മോസ്റ്റ്ലി കെലിങ്കിങ് ബീച്ചിലും ഡയമണ്ട് ബീച്ചിലൊക്കെ പോവുക. പിന്നെ താഴെ നല്ല 2 നാച്ചുറൽ പൂളുണ്ടെന്ന് പറഞ്ഞത്, ഫ്രഷ് വാട്ടറിൻ്റെ. ന്യൂസപ്പനിലേക്ക് ഒരു വെള്ളത്തിൻ്റെ സോഴ്സിന് അതാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻഫിനിറ്റി പൂളുമായിട്ട് പൂളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാണാൻ കൂടിയാണ് ഞാൻ വന്നത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ട് ആണെന്ന് പറഞ്ഞത് താഴത്തേക്ക് പോകാൻ. അതിൻ്റെ ഹൈറ്റിനെ കുറിച്ച് ഫിയർ പാടില്ല, സ്റ്റെപ്സൊക്കെ ഭയങ്കര മോശമാണ്, ഒത്തിരിയാണ് ആണ് പറഞ്ഞത്. തുടങ്ങിയിട്ടുള്ളൂ, അതിനെക്കൊണ്ടായിരിക്കും. ഇതിലായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിയർലി ഒരു 700-800 സ്റ്റെപ്സ് താഴത്തേക്ക് പോകണം നമ്മളെ ടെമ്പിളിൽ എത്തിപ്പെടാൻ. 700-800 സ്റ്റെപ്സ് അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇന്നലെ കെലിങ്കൻ ബീച്ച് പോയത് കൊണ്ട് കാല് അടപ്പൂരി കിടക്കുകയാണ്. കെലിങ്കൻ്റെ ട്രക്ക് ഒരു ഭീകര ട്രക്കായിരുന്നു. അതിനെക്കൊണ്ടുള്ള വേദന എപ്പോഴും കാലിൽ കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടില്ല, പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഈ സൈഡിലൂടെ പോകുന്ന നീല കളറിലെ വലിയ പൈപ്പ് ഉണ്ടല്ലേ, ഇത് ഫ്രഷ് വാട്ടർ സപ്ലൈക്കുള്ള പൈപ്പാട്ടോ. ന്യൂസപ്പിനിട ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്രഷ് വാട്ടറിൻ്റെ റിസോഴ്സസ് വളരെ കുറവാണ്. താഴത്തെ ടെമ്പിളിൻ്റെ അടുത്ത് ഫ്രഷ് വാട്ടറിൻ്റെ അരുവികളൊക്കെ ഉണ്ട്. അത് ഈ ന്യൂസപ്പിൻ്റെ അടുത്തൊരു മെയിൻ ഫ്രഷ് വാട്ടറിൻ്റെ റിസോഴ്സസ് ആണ്. അടിപൊളി വ്യൂ വന്നു തുടങ്ങി. സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങനെ വ്യൂ. देख के आराम से आना, उल्टा होके आना. സോറി, ഇവർ ഇവിടുത്തെ ലോക്കൽസാണ്. അവർ താഴത്തെ ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. ഈ തിരിച്ച് കയറുന്ന കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. ഇത് കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് മനസ്സിൽ. തിരിച്ച് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. ലോക്കൽസ് തന്നെ എത്ര കഷ്ടപ്പെട്ട് കയറുമ്പം സംഭവത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ബാലിയിൽ നിന്ന് ന്യൂസപ്പിനീഡിലേക്ക് വരുന്നവർ മോസ്റ്റ്ലി 1 ഡേ ട്രിപ്പാണ് ചെയ്യുക. അങ്ങനെ ഈ 1 ഡേ ട്രിപ്പിൽ വരുന്നവർ ഏർലി മോർണിംഗ് ബോട്ടിൽ ബാലിയിൽ നിന്ന് ന്യൂസപ്പിനീഡ് എത്തും.
രാവിലെ എത്തിക്കഴിഞ്ഞാൽ ടൂർ നടത്തുന്ന കമ്പനിയുടെ കാറുണ്ടാവും. ആ കാറിൽ കെലിങ്കിങ് ബീച്ച്, ഡയമണ്ട് ബീച്ച്, ക്രിസ്റ്റൽ ബേ ബീച്ച് എന്നിവിടങ്ങളിലൊക്കെ പോയിട്ട് ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യും. അപ്പോഴേക്ക് ഈവനിങ് ആകും, തിരിച്ച് ബാലിയിലേക്ക് പോകാനുള്ള സമയമാകും. അങ്ങനെയാണ് മോസ്റ്റ്ലി 1 ഡേ ടൂർ പാക്കേജൊക്കെ ന്യൂസപ്പനിയുടെ ഉണ്ടാകുക. ബട്ട് ന്യൂസപ്പനിയുടെ ബാലിയിലെ ഏറ്റവും നാച്ചുറലി ബ്യൂട്ടിഫുള്ളായ ഒരു ഐലൻഡാണ്. ഇവിടെ ഒരു 4-5 ഡേയ്സ് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാം. ബാലി മൊത്തം വളരെ വ്യവസായവൽക്കരിച്ച ടെമ്പിൾസ്, അങ്ങനത്തെ ഒരു ടൂറിസമാണ് അവിടെ. എന്നാൽ ന്യൂസപ്പനിയുടെ വളരെ സുന്ദരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഐലൻഡാണ്. അപ്പം ന്യൂസപ്പനിയുടെ വരികയാണെങ്കിൽ ട്രൈ ടു സ്പെൻഡ് 3 to 5 ഡേയ്സ്. ഇതൊരു അമ്പലമാണല്ലോ, അമ്പലത്തേക്കുള്ള പോകുന്ന വഴിയാണല്ലോ. അവർ ഓഫറിങ് വെച്ചതാണ്. ഇവരെല്ലായിടത്തും ഉണ്ട് അവർ ഓഫറിങ് പരിപാടി. റോഡ് സൈഡിലും വീടിൻ്റെ മുന്നിലും പോകുന്ന വഴിക്കൊക്കെ അവർ ഈ ഓഫറിങ് വെക്കും. ബാലിയിലും കണ്ടിരുന്നു, കൂട്ടയിലും കണ്ടിരുന്നത്. നല്ല രസമൊന്നും നടത്തട്ടോ. സൈഡിൽ എപ്പോഴും കടലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടുള്ള സംഗീതമുണ്ട്. ഉച്ചക്കുള്ള ടൈമൊന്നും അല്ല പോകുന്നത്, അധികം ആൾക്കാരൊന്നുമില്ല. ഭയങ്കര ക്രൗഡായിക്കൊരു രസം ഉണ്ടാവില്ല ഇതൊന്നും കടക്കാൻ. പിന്നെ അധികം ജനങ്ങൾ വരാറില്ല കേട്ടോ ഇവിടെ, ഞാൻ കേട്ടത്. എല്ലാവരും കെലിങ്കിങ്ങും ഡയമണ്ടും അവിടേക്കൊക്കെ പോവാറ്. ക്രിസ്റ്റൽ ബേ ഉണ്ട്, ഒരു ബീച്ചുണ്ട്. ക്രിസ്റ്റൽ ബേ കുറേ ബീച്ചുകളുണ്ട്, അവിടേക്കൊക്കെയാണ് പോവാറ്. അപ്പം ഒരു 20 മിനിറ്റ് താഴത്തേക്ക് നടന്നപ്പം കടലിൻ്റെ അടുത്ത് എത്താറേന്ന് തോന്നുന്നു കേട്ടോ. നിയർലി പहुंच गया. കുത്തനെ താഴോട്ട് കുറച്ച് പേര് തോന്നുന്നു കേട്ടോ. എൻ്റെ വീണ തവിട് പൊട്ടി. കുറച്ച് സ്റ്റെപ്പൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിയർലി ഒരു 25-30 മിനിറ്റ്സ് വാക്കിന് ശേഷം നമ്മൾ താഴത്തെ ടെമ്പിളിൻ്റെ അടുത്ത് എത്താറായി. ആ ഒഴുകി വരുന്ന വെള്ളം കണ്ടില്ലേ, അത് ഫുള്ള് ഫ്രഷ് വാട്ടർ കേട്ടോ. ഹലോ.
ഷൂ അഴിക്കേണ്ടി വന്നു, വെള്ളമുണ്ട്, വേറെ നിവർത്തിയില്ല. ഇതാണ് ആ പറഞ്ഞ ടെമ്പിള്. ടെമ്പിളിലേക്കുള്ള വഴിയാണ്ടാണ് സാരംഗ് നമ്മൾ നിർബന്ധം എന്ന് പറയുന്നത്. ഇവിടെ അമ്പലത്തിലെ പൂജാരി ഇവിടെ താമസമായിരിക്കും. ദിവസവും താഴത്തേക്ക് വരാൻ കുറച്ച് കഷ്ടപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓഫറിങ്സ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഓഫറിങ്സിൽ സിഗരറ്റൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാര്യക്കൂട്ടത്തിൽ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇത് പടച്ചാരം ഇവിടുത്തെ പടച്ചോന്മാർക്ക് ഒരെണ്ണം വലിക്കുന്ന ടീമാണെന്ന് തോന്നുന്നത്. ഗണപതി ആയിരുന്നത്. ഓ, വെള്ളം ഫ്രഷ് വാട്ടർ ആയിരുന്നു. വരുന്ന വെള്ളം ഡ്രിങ്കബിളാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ദേവി എന്താണ്, ദേവിയുടെ പേരേക്ക് അറിയില്ല, നോക്കാം നമുക്ക്. പക്ഷെ ഇതാണ് ആ ടെമ്പിള്. ഓ, മലേൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടെ കടലിൻ്റെ അടുത്തായിട്ട് ഒരമ്പലം. ഇവിടെ കടലിൻ്റെ അടുത്തായിട്ട് ഒരു അമ്പലം. So beautiful. वो जगह स्लिपर ही होगा. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ കൂടെ നടന്നു വന്നത്. ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ എന്താ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്റ്റെപ്പ്. ഭയങ്കര സ്ലിപ്പറിയൊക്കെ, അത്ര സ്ലിപ്പറി ഒന്നല്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് പോകണം. വെള്ളം പോകുന്ന വഴിയല്ലേ ഫുൾ ടൈം. പക്ഷേ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു കേട്ടിരുന്നു ഇവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. അതാണ് ഇൻഫിനിറ്റി പൂൾ പോകുന്നത്. ഈ വെള്ളം ഇങ്ങനെ പോകുന്ന വഴിയിലൂടെ പോകണം. ചെറിയ പേടിയാവുന്നുണ്ട്, ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. കാല് വഴുതി വീണാൽ ഒന്നും കിട്ടില്ല. അമ്മൊരു കടല. വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി, അടിപൊളി വെള്ളം.
ഇവിടെ ഇങ്ങനത്തെ ചെറിയ 3 നാച്ചുറൽ പൂൾസ് ഉണ്ട്, ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ വരിക. ലാസ്റ്റ് വണ്ണ് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതിൽ കുളിക്കണം കേട്ടോ. കുറച്ച് വഴുക്കൊക്കെ ഉണ്ട്, പിന്നെ അപ്പുറത്ത് കടലാണ്. വീണ് കഴിഞ്ഞാൽ നല്ല മെനക്കേടാവും. ബട്ട് ദ പ്ലേസ് ഈസ് അമേസിങ്. ഇതാണ് നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ. ഇത് ഫ്രഷ് വാട്ടറാണ്, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. സ്ഥലം കുടിച്ച് നോക്കുന്നില്ല, കടൽ എവിടെയാണ്. പക്ഷേ ഹൈറ്റ് ആയിട്ടിൻ്റെ ടൈമിൽ വരരുത്, അടിച്ചുകൊണ്ട് കൊണ്ടുവരും നമ്മളെ കടൽ. വെരി ബ്യൂട്ടിഫുൾ, അമേസിങ് ആക്ച്വലി. നിയർലി ഒരു 30 മിനിറ്റ്സ് ഈ നാച്ചുറൽ പൂൾസിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.